ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന വീഡിയോസാണ് കേട്ടോ ഗൈസ്. അമ്മയ്ക്ക് ഒട്ടും വയ്യ കേട്ടോ. വയ്യ മീൻസ് അമ്മയ്ക്ക് വയറ് വേദനയാണ് കേട്ടോ. 2 days ആയിട്ട് നല്ല വയറ് വേദനയായിരുന്നു. പക്ഷേ അമ്മ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. ഒത്തിരി മരുന്നെല്ലാം കഴിക്കാനുണ്ട്. പിന്നെ ഞങ്ങളെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വെച്ചാൽ അമ്മ പറയുന്നേ ഇല്ല. വയ്യാന്ന് മാത്രം പറയുന്നുണ്ട്. പിന്നെ അമ്മയെ ഞങ്ങൾ നിർബന്ധിച്ച് അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. പോകണമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അമ്മ വരുന്നില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ അമ്മയെ നിർബന്ധിച്ച് കൊണ്ടുവന്നായിരുന്നു. ഞാനും അമ്മയും മാത്രം കേട്ടോ വന്നേ. വീട്ടിൽ അവസ്ഥ ഒറ്റയ്ക്ക്. അപ്പം അച്ഛനും എൻ്റെ അനിയനും വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ മാത്രം മതിയെന്ന് വെച്ചാൽ കൊണ്ടുവന്നേ. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ കയ്യെ പിടിച്ച് എല്ലാം കൊണ്ടുവന്നിട്ടു. പിന്നെ ഓട്ടോ ചേട്ടൻ നമുക്ക് അറിയുന്ന ചേട്ടനാണ്. ആ ചേട്ടൻ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. വീട്ടിലൊരു അംഗത്തെ പോലെയാണ്. അമ്മയെ പിടിച്ച് കയറ്റാനും ഇറക്കാനൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഓട്ടോ ആ ചേട്ടൻ കുഴപ്പമില്ല കേട്ടോ. വീട്ടിൻ്റെ അടുത്തുള്ള ഓട്ടോ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ചേട്ടനും ഫ്രണ്ടിൽ അങ്ങ് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 2 ഇഞ്ചക്ഷനൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. 2 ഇഞ്ചക്ഷൻ ഇട്ടായിരുന്നു. പിന്നെ 3 days മരുന്ന് യൂറിൻ ഇൻഫെക്ഷനാണ് കേട്ടോ. അമ്മ കുറച്ച് നേരം കിടന്നായിരുന്നു. ഞാൻ റിസൾട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. അപ്പോൾ അത് കിട്ടുന്നവരെ അമ്മ ഇവിടെ കിടന്നായിരുന്നു. 2 മണിക്കൂറൊക്കെ ഇങ്ങ് കിടന്നായിരുന്നു. പിന്നെ നമുക്ക് പരിചയമുള്ള ഹോസ്പിറ്റലാട്ടോ. ഇന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. കുറേ വർഷങ്ങളായി. അമ്മയ്ക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും. മാസത്തിൽ ഒരു 1-2 ട്രിപ്പൊക്കെ ഇങ്ങനെ വരും. ചില സമയം 3-4 ട്രിപ്പൊക്കെ ഇങ്ങനെ വരും. അതുകൊണ്ട് ഹോസ്പിറ്റൽ നല്ല പരിചയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവരെയും ഡോക്ടേഴ്സും പിന്നെ സിസ്റ്റേഴ്സും എല്ലാവരെയും അറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറെ എല്ലാം കാണിച്ചത് ഓട്ടോയിലേക്ക് കയറി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ തന്നെ സമയം 9:30 ആയിട്ടോ. ഒത്തിരി ടൈമായി. വീട്ടിൽ നിന്ന് ഒരു 6:45 ആകുമ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വന്നേ. ഇപ്പോൾ സമയം 9:30 അങ്ങ് കഴിഞ്ഞു. പിന്നെ വീട്ടിൽ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നേ കേട്ടോ. പിന്നെ അച്ഛനും അനിയെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ പേര് ആബിന്ദ് ഹോസ്പിറ്റലാണ്. പിന്നെ ഇവിടെ കടകളെല്ലാം സകലപാടെ അടച്ചു കേട്ടോ. സമയം 9:30 ആയില്ലേ. ചില കടകൾ മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ കൊല്ലംകോട്ടിലെ PST പെട്രോൾ പമ്പാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം തുറന്നിട്ടുണ്ട്. പിന്നെ ബാക്കി മിക്ക കടകൾ അടച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഫ്രൂട്ട്സ് കട ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ട്. ബാക്കി എല്ലാം അടച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. നൈറ്റാണ്, എന്നാലും ഒന്നും കാണത്തില്ല കേട്ടോ. എന്നാലും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. വരുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അമ്മയ്ക്ക് വയ്യാന്ന് വെച്ചപ്പോൾ ആ ടെൻഷനിൽ ഞാൻ എടുത്തില്ല കേട്ടോ. ഇപ്പോഴാണ് ഞാൻ വരുമ്പോഴാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത്. ഇവിടെയുള്ള ഓരോരോ കടകളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇത് കൊല്ലംകോട് ജംഗ്ഷൻ കുറച്ചും കൂടി അങ്ങോട്ട് പോകണം കേട്ടോ. ഹോസ്പിറ്റലിന് കുറച്ച് ഒരു 2 മിനിറ്റൊക്കെ നടന്നാൽ തന്നെ ജംഗ്ഷൻ എത്തും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. ഇതും കൊല്ലംകോട് തന്നെയാണ്, പക്ഷേ ജംഗ്ഷൻ കുറച്ച് അങ്ങോട്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ. അമ്മയ്ക്കാണെങ്കിൽ അമ്മയ്ക്ക് പെട്ടെന്ന് എപ്പോഴാണ് വെയ്യാണ്ടാവുമെന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് ചെറുതായിട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അമ്മ വരത്തേ ഇല്ലെന്ന് പറഞ്ഞു. ഒത്തിരി വേറെയും മരുന്ന് കഴിക്കുന്നുണ്ട്. എനിക്ക് മരുന്ന് കഴിച്ച് മതിയായി എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അങ്ങനെ നിർബന്ധിച്ച് കൊണ്ടുവന്നായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. ഇനി പോയിട്ട് വേണം 2 ടാബ്ലറ്റ് കഴിക്കാൻ. പിന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്ന ഒരു ടോണിക്കും തന്നായിരുന്നു കേട്ടോ. ഇനി അതൊക്കെ വീട്ടിൽ ചെന്നിട്ടാണ് കൊടുക്കാൻ. കണ്ടോ, തട്ടുകടയുണ്ട്. പിന്നെ ചെറിയ ബേക്കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ KK മരം, കുരുവിക്കുട്ട മരം എന്ന് പറയും കേട്ടോ. ഇവിടെ ഒന്നും കാണുന്നില്ല, ഫുൾ ഇരുട്ടാ കാണുന്നുണ്ട്. ഇതാണ് ബാർ കേട്ടോ. ഫുൾ നല്ല ലൈറ്റ് കാണുന്നുണ്ടോ. അതാണ് കേട്ടോ ഇവിടുത്തെ കൊല്ലംകോട്ടിൽ സ്നേഹം ബാർ എന്ന് പറയുന്നേ. അപ്പോൾ പിന്നെ ഇതവിടെ ഫുൾ ഇരുട്ടായിട്ട് ഒന്നും കാണുന്നേ ഇല്ല. എനിക്കാണെങ്കിൽ ഇരുട്ടെന്ന് വെച്ചാൽ ഒത്തിരി പേടിയാട്ടോ. പിന്നെ അമ്മയുണ്ട്, നമുക്ക് അറിയുന്ന ഓട്ടോ അല്ലേ, അതുകൊണ്ട് കുറച്ച് ടെൻഷൻ ഇല്ലായിരുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെ എത്തി, എന്തായിന്ന് പറഞ്ഞിട്ട് അച്ഛൻ പുറത്ത് ചെന്നാൽ പിന്നെ ഒരേ കോള് തന്നെ. അച്ഛൻ വരണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. വീട്ടിൽ ആളില്ലല്ലോ, ഹൗസ് ഒറ്റയ്ക്കല്ലേ. അനിയനുണ്ട്, എന്നാൽ അച്ഛൻ വീട്ടിലിരുന്നോന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ വീടെത്തിയിട്ടോ. അപ്പോൾ വീടെത്തുമ്പോൾ സമയം 9:45 ആയിട്ടോ. ഓട്ടോക്കാരി ചേട്ടന് ക്യാഷ് എല്ലാം കൊടുത്ത് ഓട്ടോക്കാരി ചേട്ടനെ പറഞ്ഞു വിട്ടായിരുന്നു. അമ്മയ്ക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ കയറാൻ പറ്റത്തില്ല. സ്റ്റെപ്പ് കുറച്ച് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് മീൻസ് കുറവ് തന്നെ, പക്ഷെ അമ്മയ്ക്ക് അത് ഹൈറ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബാക്ക് വശത്തൂടെയാണ് വരുന്നു കേട്ടോ. അപ്പം അച്ഛനൊക്കെ വന്ന് അച്ഛൻ്റെ ഫ്രണ്ടിലേക്ക് പോയി. നമ്മുടെ സംഭവം വാക്കർ കൊടുത്തിട്ട് അച്ഛൻ അങ്ങോട്ടും ഹൗസും കൂട്ടി പോയതാട്ടോ. അപ്പം ഞാൻ പയ്യെ അമ്മയുടെ ഒപ്പം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അമ്മ പയ്യെ നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫുൾ ഇരുട്ടാണ്. ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം ഉറങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ മാത്രം ഉറങ്ങാത്ത. അമ്മ ഇതാ പയ്യെ നടന്നുകൊണ്ടിരിക്കുന്നു. പാവം തന്നെ അമ്മ ഈ വാക്കർ കൊണ്ട് ഇങ്ങനെ ഒപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് വീഴുന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് പോകാൻ പറ്റത്തില്ല. പോകണമെങ്കിൽ പോലും വീട്ടിൽ അച്ഛനൊക്കെ ഉണ്ടാകും. എന്നാലേ പോയിട്ട് ഞാൻ പെട്ടെന്നൊക്കെ വരും കേട്ടോ. അധികം എങ്ങും നിൽക്കത്തൊന്നുമില്ല. അതാണ് അമ്മയുടെ ഈ സിറ്റുവേഷൻ. പാവം തന്നെ അമ്മ ഒത്തിരി ഡേയ്സായി ഇതുപോലെ സിറ്റുവേഷനിൽ തുടങ്ങിയിട്ട്.